കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് സർക്കുലറിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി 5 മെത്രാൻമാർ. വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ പുറത്താക്കാനുള്ള തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിച്ച് സിനഡിന് കുറിപ്പ് നൽകി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കുർബാന തർക്കത്തിന്റെ പുതിയ ദിശ എന്തൊക്കെയാണ് ഇപ്പോൾ? അജിംഷാദ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനായി സിറോ മലബാർ സഭയുടെ സിനഡ് ചേർന്നത്. ഈ സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാനയുമായി ബന്ധപ്പെട്ട് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതായത് ഈ സഭയുടെ സിനഡ് നിർദ്ദേശിച്ച പുതിയ രീതിയിൽ, ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കണം, അങ്ങനെ അല്ലാത്ത രീതിയിൽ കുർബാന അർപ്പിക്കുന്നവരെല്ലാം സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു സർക്കുലറാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. ഈ സർക്കുലറിനോട് ഈ സിനഡിലെ തന്നെ 5 മെത്രാൻമാർ അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, വിയോജനക്കുറിപ്പ് നൽകിയിരിക്കുകയാണ്. അത്തരത്തിൽ ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്തവരെ പുറത്താക്കും എന്ന് പറയുന്ന ആ സർക്കുലറിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിഞ്ഞില്ല. കേവലം ഒരു അനുഷ്ഠാനം പിന്തുടരാത്തതിൻ്റെ പേരിൽ അവരെ സഭാഭ്രഷ്ടരാക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ചർച്ചയിലൂടെയാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. തങ്ങൾ ഈ സിനഡിലെ അംഗങ്ങളായിരുന്നിട്ട് പോലും തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം രൂപീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ഏകകണ്ഠമായൊരു അഭിപ്രായം ഉണ്ടാക്കുന്നതിൽ ഒരു പരാജയം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കണം. സഭയെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ വരും കാലത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതിൽ നിന്ന് പിന്മാറണം. ഇത്തരത്തിലുള്ളൊരു സർക്കുലർ അത് ഈ സിനഡ് ചേരുന്നതിന് മുമ്പ് തന്നെ അത് ചോർന്നതും ശരിയായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ 5 മെത്രാൻമാർ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് തന്നെയുള്ള 5 മെത്രാൻമാർ വിയോജനക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. ശരി ഉമേഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.